അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോയിൽ നിങ്ങൾ 2 റെസിപ്പി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ 2 റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അന്നത്തെ വ്ളോഗിൽ കാണിച്ച പൊറോട്ടയുടെ റെസിപ്പി ആദ്യം നോക്കാം. നമ്മൾ വീട്ടിലെല്ലാം കഴുകി ഉണക്കി പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണെങ്കിൽ അതിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയും അതിലേക്ക് 1 കപ്പ് മൈദയും ആ ഒരു റേഷ്യോയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മുട്ട ചേർക്കൽ എന്തായാലും മസ്റ്റാട്ടാ. നമ്മൾ ഗോതമ്പ് പൊറോട്ടയ്ക്കൽ ആ ഗോതമ്പത്തിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട നിർബന്ധമായിട്ട് ചേർക്കണം. ഞാനിവിടെ 2 ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ എന്താണ്, 1 കപ്പ് പാൽ, 1 ഗ്ലാസ് പാലും 1 മുട്ടയും അതെന്തായാലും നിങ്ങൾ ഒഴിവാക്കാണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു വീറ്റ് പൊറോട്ട ചുടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഈ പൊറോട്ടക്ക് കൊടുക്കും. പിന്നെ മുട്ടയെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടിയൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ ചേർത്തി കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ. 2 കൈപ്പിടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഏകദേശം ഞാൻ ആ മുട്ടയുടെ വെള്ളവും പാലൊക്കെ കൊണ്ട് നല്ലപോലെ മാവ് നനവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി നോക്കി ചേർത്ത് കൊടുക്കുക. ഓവർ ലൂസായി പോയാലും പൊറോട്ട നന്നായി കിട്ടില്ല. പിന്നെന്താണ്, ഓവർ ടൈറ്റ് ആയാലും പൊറോട്ട നന്നായി കിട്ടില്ല. ഇനി നല്ലോണം കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. രാവിലെയാണ് ചുടുന്നതെങ്കിൽ രാത്രി തന്നെ പൊറോട്ട പൊടി കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയൊക്കെ രാവിലെ കുഴച്ച് വെക്കാം. എന്നാൽ പിന്നെ നമ്മൾ അധികം ബലം പ്രയോഗിച്ചിട്ട് പൊറോട്ട പൊടി കുഴക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ രാവിലെ തന്നെ കുഴച്ച് രാവിലെ തന്നെ ചുടുന്നതുകൊണ്ടാണ് ഇങ്ങനെ മസിൽ പിടിച്ച് കുഴച്ചെടുക്കുന്നത് കേട്ടോ. രാത്രിയിലാണെങ്കിൽ നമ്മൾ കുഴച്ചവിടെ വെച്ചാൽ രാവിലത്തേക്ക് നല്ലപോലെ സോഫ്റ്റായിട്ട് ഡോ വരും. അപ്പോൾ രാത്രി കുഴക്കാൻ സമയമില്ലാത്തവർ രാവിലെ തന്നെ കുഴച്ചെടുക്കുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത്രയും എനിക്ക് ടൈമുള്ളൂ. മക്കൾ സ്കൂൾ പോകുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടണമല്ലോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബോൾ പിടിച്ച് വെക്കുന്നുണ്ട്. ബോൾ പിടിച്ചിട്ടാണ് കുറച്ചുകൂടി കൂടുതൽ സമയം നമ്മൾ പൊറോട്ടനെ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് പൊടി കുഴച്ചിട്ട് വെച്ച് ബോൾ പിടിച്ചിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കും. ഈ പൊറോട്ട ബോളാണ് കുറച്ചും കൂടി നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പൊറോട്ട ബോൾ പിടിച്ചാൽ കുറച്ചധികം സമയം മാറ്റി വെക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ആ മുട്ടയും പാലും ഒക്കെ ചേർത്ത പൊറോട്ടയാണല്ലോ. അതിൻ്റെതായ ടേസ്റ്റും അതിൻ്റെതായ സോഫ്റ്റും ഈ ഒരു പൊറോട്ടയ്ക്ക് ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഓപ്ഷനിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ മുട്ടയും പാലെല്ലാം അവോയ്ഡ് ചെയ്ത് വെറും വെള്ളത്തിൽ കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം. ഒരു പ്രശ്നമില്ല. വീശാനോ പരത്താനോ ഒന്നും നമ്മൾ ഈ മുട്ടയും പാലും ചേർക്കുന്നതുകൊണ്ട് ഒരു മാറ്റങ്ങളും വരുന്നില്ല. ടേസ്റ്റാണ് ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇത്രയും ബോളാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മേലെ ഞാൻ മാറ്റിയിട്ട് 20 മിനിറ്റിന് ശേഷമേ ചുട്ടെടുക്കുള്ളൂ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിന് കഴിക്കാൻ സൈഡ് ഡിഷ് ഞാൻ മുട്ട കറി ഉണ്ടാക്കുന്ന ഒരു പാന് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ജീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കൊന്നും കറിയിൽ ഉള്ളി കാണുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിനി എന്താണ്, പൊറോട്ട വീശാനും തുടങ്ങാം. സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് പരത്തിയെടുക്കാം. നിങ്ങൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമെല്ലാം പരത്തുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൈ കൊണ്ടൊന്നും പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കോല് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പൊറോട്ട ചുടുന്നൊരു കോലായുണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിലല്ല, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കാരണം ഞാൻ പുതിയ കോലൊന്നും ഈ പൊറോട്ടൻ്റെ പണിക്കെടുക്കുക. നെയ്യ് ആയാലെല്ലാം പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് കളർ അടിക്കും കേട്ടോ. പിന്നെ ഒന്നാമത് മരത്തിൻ്റെ കോലാണല്ലോ. ഇനിയിപ്പോൾ എന്താ, നല്ലപോലെ എല്ലാ സൈഡും പരത്തിയെടുക്കുക. ഒരു സൈഡ് കട്ടി കൂടുതൽ, ഒരു സൈഡ് കട്ടി കുറഞ്ഞ്, അങ്ങനെ വേണ്ട കേട്ടോ. എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ നമ്മൾ നല്ലപോലെ പരത്തിയെടുക്കുക. സൈഡെല്ലാം കൈകൊണ്ടൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് ഇതേപോലെ ഒരു സൈഡ് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് നമ്മൾ മറിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വീശിയിട്ട് പൊറോട്ട വരും. ഓരോ അറ്റം നമ്മൾ പിടിച്ചെടുത്താൽ മതി. അത് 2 സൈഡ് പിടിക്കുക, ഒന്നടിക്കുക, വീണ്ടും 2 സൈഡ് പിടിക്കുക, ഒന്നടിക്കുക. പൊറോട്ട ചിലപ്പോൾ കീറിയെല്ലാം പോകട്ടെ. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ചുരുട്ടിയെടുക്കുന്ന സംഭവമാണല്ലോ. വീശാൻ എത്ര അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. പൊറോട്ട റൗണ്ടിൽ പരത്തിയിട്ട് ഓരോ സൈഡ് ഇതാക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ വലിച്ചെടുത്തിട്ട് ചുരുട്ടിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ലെയർ വരുള്ളൂ പൊറോട്ടക്ക് നല്ലപോലെ. അതേപോലെ എന്താണ്, റൗണ്ടാക്കി എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതും കണ്ടില്ലേ, ഇതേപോലെ തിക്നെസ് ഒരേ തിക്നെസ് ആയിരിക്കണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് പിടിക്കുക, അതൊന്നടിച്ച് അപ്പുറത്തെ സൈഡ് പിടിച്ച് അടിച്ച് അങ്ങനെ ആ ഒരു രീതിക്ക് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ചുരുളകളായി വരും കേട്ടോ മാവ്. അതിങ്ങനെ ചുരുട്ടി എടുക്കാം. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. പൊറോട്ട ആദ്യം എനിക്കും ചുടാനൊന്നും അറിയില്ല. പിന്നെ കേട്ടോ ചുട്ടുവിട്ട് നല്ലപോലെ പ്രാക്ടീസ് ആയപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ബോൾ ഞാൻ എന്താണ് പിന്നെ വീശിയിട്ട് അതും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു തക്കാളിയും ഇട്ട് നല്ലപോലെ വഴറ്റി വന്നതിൽ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ എന്താണ് 3/4 ടീസ്പൂണോളം
നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നത്. ഈ ഒരു മല്ലിപ്പൊടി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പൊടിക്കുന്നത് എല്ലാവരും പോയി കാണണം. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഗരം മസാലയും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച്. ഇവിടെ ഓവറായിട്ട് ഗ്രേവിയുള്ള കറി ഇഷ്ടം, തിക്ക് ഗ്രേവിയാണ് എല്ലാവർക്കും ഇഷ്ടം. നല്ലപോലെ തിളച്ച് വന്നാൽ ഞാൻ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു കെച്ചപ്പ് ചേർത്തിട്ടുള്ള ഒരു മുട്ടക്കറി എന്ന് പറയുമ്പോൾ. ഇനിയിപ്പോൾ കറിവേപ്പില നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തേക്ക്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ പുഴുങ്ങിയിട്ട് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരെ കട്ട് ചെയ്തിട്ട് ഒരു മുട്ട 2 കഷ്ണമാക്കി എടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവി മുട്ടയുടെ മേലെ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഈ മുട്ട ഇതിൽ നിന്നൊന്ന് കുറുകി വരട്ടെ. അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ മുട്ടയിലൊക്കെ നല്ലപോലെ കയറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ പൊറോട്ട ചൂടാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പരത്തിയെടുക്കാം. രാവിലത്തെ തിരക്കല്ലേ നിങ്ങൾക്കറിയാലോ, ഓരോരോ സൈഡിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ട പരത്തുമ്പോൾ ശ്രദ്ധിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിക്ക് അധികം കുറഞ്ഞു പോകണം. നൈസായിട്ട് പൊറോട്ട പരത്തിയെടുക്കണ്ട കേട്ടോ. എല്ലാ സൈഡിലും കുറച്ച് ഒരേ തിക്നെസ്സിൽ പരത്തിയെടുക്കുക. കുറച്ച് തടി വേണം പൊറോട്ട. നമ്മൾ ചപ്പാത്തി പോലെ അധികം നൈസാക്കിയിട്ട് പരത്തണ്ടയില്ല. ഓവർ കട്ടിയാലും പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. പരത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സിലാക്കിയിട്ട് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ ഒരു സൈഡ് വെന്ത് ഒരു സൈഡ് വേവാണ്ട്. പിന്നെ കൈ നല്ലോണം നമ്മളെ വിരൽ ഉപയോഗിച്ചിട്ടില്ലേ, പൊറോട്ടയുടെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും പൊറോട്ടൻ്റെ സൈഡിനൊരു തടി ഉണ്ടാവും. അത് ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് സൈഡൊന്ന് റൗണ്ടിൽ പരത്തിയെടുത്തതിന് ശേഷം സൈഡൊന്ന് വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ തടിപ്പങ്ങ് പോയി കിട്ടും. നല്ലപോലെ ചൂടായ കല്ലിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടുമാണ്. എന്നിട്ട് ഒന്ന് തീ കുറച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് പൊറോട്ട ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓരോ സ്റ്റെപ്പിലും ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ടയായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് ടേസ്റ്റ് വൈസ് നിങ്ങൾക്ക് അറിയാലോ, പാല് മുട്ട എല്ലാം ചേർത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കഴിക്കാനായിട്ട്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ മൈദ പൊറോട്ട കഴിക്കുന്നതിൽ എത്രയോ നല്ലതാണ്. മുട്ടയും പാലും എല്ലാം അടങ്ങിയ സംഭവം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി അല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 മുട്ടയെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. മുട്ട കഴിക്കാൻ ഇവിടെ ഒരാൾക്ക് മടിയാണ്, ഒരാൾക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണ്. അപ്പോൾ ഓരോരോ കുട്ടികൾ ഓരോ ടേസ്റ്റ് അല്ല, അതനുസരിച്ച് നമ്മൾ കിച്ചണിൽ കഷ്ടപ്പെടുന്ന കാര്യം അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ മൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണയും ഗീയും ഉപയോഗിച്ചിട്ട് പൊറോട്ട ചുട്ടെടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഗീയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മളെ പൊറോട്ട വേറെ ലെവലിൽ ടേസ്റ്റ് ആവട്ടെ. പാർട്ടിക്കലാണെങ്കിൽ ഗീ മസ്റ്റാണ്. ഗീയും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയിട്ടാണ് നിങ്ങൾ ചുടേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ട് ഞാൻ രണ്ടാമത്തെ ബാച്ച് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടുണ്ട്. ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൽ കൈവെക്കുക, വീണ്ടും മുട്ടിക്കൊടുക്കുക. പിന്നെയും ഒന്ന് കൗണ്ടർ ടോപ്പിൽ കൈവെക്കുക, വീണ്ടും മുട്ടിക്കൊടുക്കുക കേട്ടോ. നല്ല ചൂടുണ്ടാകുമ്പോൾ നമ്മൾ കൈ അങ്ങ് പൊള്ളിപ്പോലോ. ഫസ്റ്റ് ടൈമെല്ലാം ചെയ്യുന്നതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ നല്ല ആശ്വാസം കിട്ടും. ഇനി ഇതാ നമ്മൾ കാസ്ട്രോളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ പൊറോട്ടയെല്ലാം ഫുള്ളായിട്ട് ചുട്ടെടുത്ത് എൻ്റെ മോള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലെല്ലാം കൊടുക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. മകളെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിച്ച് കിട്ടും. മൈദ പൊറോട്ടേനെക്കാട്ട് എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണ്. കുട്ടികളുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. മുട്ടയും പാലും ഒന്നും അവർക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹെൽത്തും ഡയറ്റും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ കുഴക്കുന്ന സമയത്തുള്ള ഞാൻ പറഞ്ഞ പോലെ വീശാനോ പരത്താനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ വെറും വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചാലും. പാലും മുട്ടയെല്ലാം ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റ് വൈസാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അല്ലാണ്ട് പൊറോട്ട ചുടുന്ന ആ ഒരു മെത്തേഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നതിൽ പേർക്ക് ഫസ്റ്റ് ടൈം ചുടുന്ന ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബുദ്ധിമുട്ടുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്ക്. 2 പ്രാവശ്യം ചുടുമ്പോഴത്തേക്ക് 3ാമത്തെ പ്രാവശ്യം പൊറോട്ട അടിപൊളിയായിട്ട് കിട്ടും. ഫസ്റ്റ് അധികം പ്രതീക്ഷയോടെ ചുടണ്ട. നമ്മൾ എന്തായാലും വീശുമ്പോൾ ചെറുങ്ങനെ പൊട്ടിപ്പോലെല്ലാം ചെയ്യും. അതൊന്നും ടെൻഷൻ എടുക്കുന്ന കാര്യമൊന്നുമില്ല. പൊട്ടിപ്പോയാലും സ്ഥലം ഇത് സംഭവം തിന്നാൻ ടേസ്റ്റ്. ഇനി നിങ്ങൾ ചോദിച്ച സ്മൂത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബോക്സിലിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് പതിവ്. എന്നാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് 2 കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെ മിക്സിക്ക് അനുസരിച്ചിട്ടാണ്. എൻ്റെ മിക്സി ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് അടിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. 2 ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ ഡയറ്റ് ചെയ്യുന്ന കാര്യം അറിയില്ല, അതുകൊണ്ട് തന്നെ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ മധുരത്തിന് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. എന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇത്രയുള്ള അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ. നമുക്ക് രാവിലെ എല്ലാം വയറങ്ങ് ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ തിരക്കുള്ള സമയത്തെല്ലാം ഈ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കലുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ജ്യൂസാണ്. കുറച്ച് സമയം നമുക്ക് വിശക്കുകയില്ല, ജോലിയെല്ലാം ചെയ്യാൻ നല്ല ഉഷാറ് കിട്ടുകയും ചെയ്യും. പിന്നെ വെരിക്കോസ് പെയിനെല്ലാം നല്ല കേട്ടോ ഈ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത്.
ഇനി മെയിനായിട്ടുള്ള പണി വെച്ചാൽ പൊറോട്ട എല്ലാം ചുട്ടാൽ നമുക്ക് കൗണ്ടർ ടോപ്പെല്ലാം തുടച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ അതെന്തായാലും തുടച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നല്ലപോലെ ലിക്വിഡ് ആക്കിയിട്ട് തന്നെ ഞാൻ തുടച്ചെടുക്കുന്നത്. ആ എണ്ണ മഴയിലും പിന്നെ അവിടെ ഉണങ്ങിപ്പോയാലെല്ലാം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും പൊറോട്ട ചുട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയത്തിന് നമ്മൾ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ചെയ്ത് കളയാട്ടോ. ആദ്യം ആ പൊടിയൊന്ന് തുടച്ചതിന് ശേഷം നല്ലപോലെ ലിക്വിഡ് ആക്കിയിട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് നല്ലപോലെ കൗണ്ടർ ടോപ്പ് തേച്ചെടുക്കുക. 2-3 പ്രാവശ്യം തുണി കൊണ്ട് തുടച്ചെടുത്താൽ തന്നെ ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ പോകുന്ന നമ്മളെ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായി കിട്ടും. പൊറോട്ട ചുട്ടാൽ മെയിനായിട്ട് നമ്മളെ കിച്ചൺ വൃത്തിയിടുക. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു മടി എന്ന് പറഞ്ഞാൽ. എൻ്റെ മക്കൾക്കാണെങ്കിൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്നതിൽ എത്രയോ ബെസ്റ്റാണ് നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുക എന്നുള്ളത്. അത് നിങ്ങൾ ഫസ്റ്റ് പൊറോട്ട ചുട്ട് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, ചുട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീറ്റ് ഉപയോഗിച്ചിട്ട് ചുട്ട് പഠിക്കുക, വീറ്റ് പൊറോട്ട ചുട്ട് പഠിക്കുക. അതിനുശേഷം മൈദയിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. കുറച്ചും കൂടി നമുക്ക് ഈസി വീറ്റ് പൊറോട്ടയാണ് വീശാനും ഒക്കെ. കുറച്ച് തടി കൂടിയാലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ എവിടെയൊക്കെ എണ്ണ തെറിച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ തിരക്ക് ചുട്ടെടുത്തുകൊണ്ട് ശ്രദ്ധിച്ചാൽ അങ്ങനെ എവിടെയും എണ്ണയൊന്നും തെറിപ്പിക്കാണ്ട് തന്നെ നമുക്ക് വീശിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പും തുടച്ച് കഴിക്കുന്നുണ്ട്. എൻ്റെ ജോലികളെല്ലാം ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊറോട്ട ചുട്ട ആ ഒരു ആൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ കഴിഞ്ഞാൽ തന്നെ കൗണ്ടർ ടോപ്പ് തുടച്ച് കളയണം. അല്ലെങ്കിൽ പിന്നെ ഉറുമ്പൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. ക്ലീനിങ് ആണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വീട് എപ്പോഴും നമ്മൾ പുതിയതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റോവ് എപ്പോഴും പൊന്തിച്ചിട്ട് ഗ്യാസിൻ്റെ അടിഭാഗം തുടച്ചെടുക്കുക. പലരുടെയും ഗ്യാസിൻ്റെ അടിഭാഗം തുടക്കുമ്പോൾ ഉണ്ടാവും അവിടെയൊന്നും തുണി എത്താത്ത സ്ഥലങ്ങൾ കാണാം. അങ്ങനെ ഒരിക്കലും നമ്മളെ കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗം നിങ്ങൾ അങ്ങനെ ആക്കി വെക്കാൻ പാടില്ല. എപ്പോഴും ഒന്ന് പൊന്തിച്ചിട്ട് അതിൻ്റെ അടിഭാഗം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കട്ടെ. എന്തായാലും എണ്ണയാലും ഒക്കെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്തേക്ക് പോയിട്ട് നിൽക്കും. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അടിപൊളിയായി കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ്. ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ല. എത്ര കഷ്ടപ്പെട്ടാലും എന്താ ലാസ്റ്റ് കിട്ടുന്നൊരു ഫൈനൽ റിസൾട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇന്ന് വെയിലത്ത് വെച്ചിട്ടില്ല പാത്രങ്ങളൊന്നും. പിന്നെ മഴ ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന പോകുന്നു, അതുകൊണ്ട് വെയിലത്ത് വെച്ചിട്ടില്ല. കിച്ചണിൽ തന്നെ ഒരു സൈഡിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് 2 റെസിപ്പി ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ബീട്രൂട്ടും ക്യാരറ്റ് ജ്യൂസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നമ്മളെ ഹെൽത്ത് വൈസ് നല്ലതാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വരാം.